ഗുരുജി നമസ്കാരം. നമസ്കാരം. ഗുരുജിയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഗുരുജി സാധാരണ നമ്മൾ ധ്യാനം ചെയ്യുന്നവർ, സ്പിരിച്വൽ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നീ വെള്ളവസ്ത്രമായിരിക്കും അല്ലെങ്കിൽ കാവ്യായിരിക്കും കാണാറ്. ഗുരുജി കറുത്ത ഡ്രസ്സിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ പോലും ഇവിടെ കുറേ അയ്യപ്പ ഭക്തർ വരുന്നുണ്ട്. അവരെല്ലാവരും കറുപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കറുപ്പിൻ്റെ പ്രത്യേകത? കറുപ്പ് ആധ്യാത്മികതയിൽ വെളുത്തിരിക്കുന്നവർക്കുള്ളതല്ല, എല്ലാം ത്യജിച്ചവർക്കുള്ളതാണ്. കറുപ്പ് ഒന്നിൻ്റെ പ്രതീക്ഷയില്ല അല്ലേ? കറുത്ത് നമ്മളെന്താ, കറുപ്പിന് എന്ത് പ്രതീക്ഷ നൽകാൻ പറ്റും? വെളിച്ചല്ലേ. എപ്പോഴും പല നിറങ്ങളും ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നുണ്ട്. കറുപ്പിന് എന്ത് പ്രതീക്ഷ നൽകാൻ കഴിയുന്നു? ബുദ്ധൻ എന്താ പണ്ടേ പറഞ്ഞത്? എല്ലാം ത്യജിക്കുമ്പോൾ ആധ്യാത്മികത തുടങ്ങുമെന്ന്. അയ്യപ്പനെ കാണാനാവട്ടെ, നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങുവാവട്ടെ, നിങ്ങളുടെ ഉള്ളിലൊന്നും പാടില്ല. എൻ്റെ വികാര ബോധങ്ങളിലുള്ളൊരു ഉൽപ്പന്നമായിരുന്നാണ് ഞാൻ ആധ്യാത്മികത അറിയുന്നത്. അവിടെ എന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാഗത്തിൻ്റെ നിറവാണ്, സന്യാസത്തിൻ്റെ നിറവാണ്, ഉയർന്ന സന്യാസത്തിൻ്റെ നിറവാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാലോ, നിങ്ങളിപ്പം സംസാരിച്ചൊരു വാക്ക് ഞാൻ കേട്ടിരുന്നു. ഇതൊരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒരു കമ്പനമാണ്, ഒരു സ്പന്ദനമാണ്. മന്ത്രം ഉയർന്ന നാദത്തെ നമ്മളെ ലയിപ്പിക്കുന്നു, ധ്യാനത്തിൽ ഏർപ്പെടാൻ പറ്റുന്നു. വാക്ക് സൃഷ്ടിക്കുന്നൊരു വൈബ്രേഷൻ ഉണ്ട്. ഇതേപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഓറ എന്ന് പറയുന്നൊരു, ആ ഓറയിൽ ഓരോ വസ്ത്രങ്ങളും സ്വാധീനിക്കും. ഇവിടെ വന്നിരിക്കുമ്പോൾ സമാധിയുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആഴമേറിയ കമ്പനത്തിൽ ഏർപ്പെടണമെങ്കിൽ കറുപ്പ് ധരിക്കണം. ശബരിമല സമാധിയുള്ള സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ ആഴത്തിലെത്തണമെങ്കിൽ, ആ കമ്പനം കൊള്ളണമെങ്കിൽ കറുപ്പ് ധരിക്കണം. കറുപ്പ് വലിയ പ്രാധാന്യമുള്ള ഉയർന്ന സന്യാസത്തിന്റെ നിറം കറുപ്പ്. അതൊരു സാത്താനിക്കല്ല, അത് മന്ത്രവാദം ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതല്ല. അവരും ഉപയോഗിക്കട്ടെ, അതിലും ശക്തിയുണ്ടല്ലോ. ഒരു ഉയർന്ന സാധ്യതയ്ക്കുള്ള നിറമാണ് കറുപ്പ് എപ്പോഴും. നമ്മൾ ഈ ധ്യാനം ചെയ്യുന്നവർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ ക്രമീകരണം, ജീവിതത്തിലെ നമ്മൾ ഓരോന്ന് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ഉയർന്ന ധ്യാനത്തിൻ്റെ പ്രക്രിയയിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ധ്യാനമെന്നാണ്, യഥാർത്ഥ ധ്യാനമാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ വളരെ ചിട്ടയിലായിരിക്കണം. അന്നശുദ്ധി വേണം, തോന്നുന്നത് പോലെ ആവരുത്, സ്വാത്വികമായിരിക്കണം. പിന്നെ ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതല്ല. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ധ്യാനം സംഭവിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ശക്തി നിങ്ങളുടെ കാമത്തിൽ വന്ന് ലൈംഗിക ഊർജമാണ്. ബ്രഹ്മചാര്യം പാലിച്ചേ പറ്റുള്ളൂ. ബ്രഹ്മചാര്യത്തിലൂടെ മാത്രമേ സൂക്ഷ്മ ശരീരത്തെ ഉണർത്താൻ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മചാര്യം വേണം. വീര്യലാഭമാണ് എന്ത് ചെയ്യുന്നത്? പരബ്രഹ്മത്തിലേക്കുള്ള പ്രതിഷ്ഠയെ തീരുന്നത്. അപ്പം വീര്യത്തെ ലാഭിക്കാൻ പഠിക്കണം, ബ്രഹ്മചാര്യം വേണം. പിന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണ്ണിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ആദ്യം വീര്യം കൂടി വരുമ്പം ധ്യാനം തന്നെ സംഭവിക്കും. നമ്മളെല്ലാവരും എനർജി പ്ലേസിലല്ലേ ഇരിക്കുന്നത്. സമാധി ഇടങ്ങളിൽ ചെല്ലുമ്പം ഉള്ളിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പൊട്ടും? നമ്മൾ വീര്യം ലാഭിക്കണം. ധ്യാനമാണ് ചെയ്യുന്നെങ്കിലോ ഞാൻ എൻ്റെ ചിന്തയെ നോക്കുന്നു, ഞാൻ സമാധാനത്തിനെന്നല്ല, എനിക്ക് അറിയാനായിട്ടുള്ള പ്രവൃത്തിയെ ധ്യാനമെന്ന് വിളിക്കുന്നെങ്കിൽ, അതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ രീതിയിൽ ചിട്ടയായിട്ട് പോകണം. ഇത് ധീരതയുള്ളവർക്ക് പറ്റുള്ളൂ. ഉള്ളിനെ തേടുന്നവർക്കുള്ളതാ ധ്യാനം, അത് വെറുതെ കണ്ണടച്ചിട്ടിരിക്കുന്നവർക്കല്ല. അപ്പം ബ്രഹ്മചാര്യം പാലിക്കണം, അതേപോലെ അന്നശുദ്ധി പാലിക്കണം. അതേപോലെ തന്നെ എൻ്റെ ആയിട്ടുള്ള എല്ലാ അഹന്തയെന്ന് വരുന്ന ചിന്തയാന്നുള്ള ബോധ്യത്തോടെ ഓരോ സെക്കൻഡിലും ജീവിക്കാൻ പഠിച്ചിരിക്കണം. പാടാണ്, പക്ഷേ വൈരാഗ്യമുള്ളവർക്ക് അത് പറ്റും. അതാണ് അതിൻ്റെ രീതി. ഗുരുജി, നമ്മളിപ്പോൾ ഒരു 95% ആളുകൾ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് തന്നെ പ്രൂവൺ ആണ്, റേഡിയേഷൻ ഉള്ളതാണ്, ഈവൻ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നമ്മൾ ഈ ഫുൾ ടൈം മൊബൈലിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ധ്യാനത്തെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിൻ്റെ കാര്യത്തെ പറയാൻ എനിക്ക് വേർഡ്സില്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു എനിമി നമ്മുടെ മൊബൈലാണ്. നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെയും സ്പിരിച്വൽ ഗ്രോത്തിനെയും ഇല്ലാതാക്കാൻ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശത്രു മൊബൈലാണ്. ഇത് ഇല്ലാതാക്കും. ഇപ്പോൾ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഹയർ സ്റ്റേറ്റിലൊക്കെ ധ്യാനിക്കാൻ കഴിയുന്നവരാണ്.
ഒരു ധ്യാനിച്ചിട്ട് ഇതേപോലെ വീര്യം ലാഭിക്കും. കുറച്ചു നേരം മൊബൈലിൽ തോണ്ടിയിരിക്കും, പോസിറ്റീവ് ടോക്കാന്നല്ലോ. ഇത് കേട്ട് കേട്ട് എന്ത് ചെയ്യും, പല ആക്റ്റീവായിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. ഇത് ഈ സൂക്ഷ്മ ശരീരം പലതിനെയും ഗ്രഹിക്കുന്നുണ്ട്. കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാത്തിനും ഉത്തരം കിട്ടി തുടങ്ങും, ക്ലാരിറ്റിയുടെ. പക്ഷെ ഈ എനർജി വേസ്റ്റായി സൂക്ഷ്മ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയും ഈ ലാഭിച്ചിരിക്കുന്ന വീര്യം മൊത്തം താഴത്തോട്ട് പോവുകയും ചെയ്യും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആധ്യാത്മികതയില്ല, ധ്യാനവും ഇല്ല, വസ്ത്രം അന്നശുദ്ധിയില്ല, ഒന്നുമില്ല. വീണ്ടും ഇങ്ങനെ കുറെ ന്യൂട്രൽ സ്റ്റേറ്റ് വീണ്ടും അലഞ്ഞു നടക്കും. അങ്ങനെ ജീവിതം പോകും. ഏറ്റവും വലിയ ശത്രു മൊബൈലാണ്. നിങ്ങൾ മൊബൈൽ ആത്മീയ ജീവിതത്തിൽ പോകണമെങ്കിൽ മൊബൈലിന്റെ ഉപയോഗം എപ്പോഴും ഇത് എപ്പോഴും യാത്ര ചെയ്യും. നമുക്കൊക്കെ കുടുംബങ്ങളുണ്ട്, അടുത്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും മഹിക്കുന്നു, അങ്ങനെ കാണിച്ചു. അങ്ങയുടെ ഇരിക്കുന്ന ചെറിയ മൊബൈലാണ് അല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങത് പഠിച്ചു, ചിലവർക്കത് അറിയാം. അതേപോലെ അത്യാവശ്യത്തിന് ഉപയോഗിക്കുക, വളരെ ലിമിറ്റഡ് ആയിട്ട്. എന്തിനാ ഇപ്പം ഈ 9 മണിക്ക് ശേഷം എന്തിനാ മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യം? അതേപോലെ രാവിലെ എണ്ണിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അത്യാവശ്യത്തിന് വിളിക്കുക. എന്തിനാ ഈ ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ എന്തിനാ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളത് കേൾക്കാൻ ശ്രമിക്കുക. എപ്പോഴോ എൻ്റെ ഉള്ളിലെല്ലാം പൊട്ട ചിന്തകളാണ്, അതിനല്ലേ നിങ്ങൾ ധ്യാനിക്കുന്നത്. ആ പൊട്ടൻ മാറിയിട്ട് സ്വയബോധം, സെൽഫ് ഒന്നേ ഉള്ളൂ, പരമാത്മാവിന്റെ ബോധത്തിൽ ഇരിക്കാൻ നോക്കുക. അത് പറയുന്നത് കേൾക്കുക, അതിലലിയാൻ ശ്രമിക്കുക. അപ്പൊ ഇത് നിങ്ങളെ തളർത്തും. മൊബൈൽ ഏറ്റവും വലിയ ശത്രുവാണ്. ഇതിന്റെ ഉപയോഗം ദിവസത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും ആക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക. ഇന്ന് എത്ര നമ്മുടെ ജീവിതത്തിന്റെ പകുതി സമയം ഇതല്ലേ കൊണ്ടുപോകുന്നത്. ഇതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തായാലും. ഗുരുജി, പിന്നെ നമ്മുടെ പലരും കുടുംബമായിട്ടുള്ളവരുണ്ടും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അങ്ങനെ ഇതുണ്ട്. ഭൂരിഭാഗം എല്ലാവരും കുടുംബമായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഈ ധ്യാനം നമ്മളൊരു കുടുംബമായിട്ട് പോകുമ്പോൾ കുടുംബത്തിലെല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? നോക്കൂ, നമ്മള് ഒരു തിരിച്ചറിവിന്റെ പുറത്ത് പോകുന്ന ധ്യാനമാണെങ്കിൽ നമ്മുടെ 7 ചക്രങ്ങൾ ഉണർത്തണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഘടകങ്ങൾ പാലിക്കുന്നവർക്കേ പറ്റുള്ളൂ. അത് കുടുംബത്തിൽ എല്ലാവർക്കും പാലിക്കാൻ പറ്റില്ല, ഉൾവിളിയുള്ളവർക്കേ അത് പറ്റുള്ളൂ. 2, നമ്മുടെ 3 ചക്രങ്ങളുണ്ട്, മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രാണായാമം പോലുള്ള വിദ്യകൾ, ലഘുവായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ലഘുവായിട്ടുള്ളത് ചെയ്യുവാണെങ്കിൽ വീട്ടിലെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇരുന്ന് പ്രാണായാമവും മന്ത്രജപവും സാധനയൊക്കെ ചെയ്താൽ ആ വീടൊരു ദേവാലയം പോലെ ശുദ്ധിയാകത്തില്ലേ. പിന്നെ വേറെ കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നാളത്തെ ദിവസം നിങ്ങൾ നിശ്ചയിക്കുക, ഇന്ന് രാത്രി ഇരുന്ന് നിങ്ങൾ സ്വപ്നം കണ്ട് നാളത്തെ ദിവസം നിർമ്മിക്കാൻ നോക്കുക. നാളത്തെ ദിവസം അങ്ങനെ ആവുമോ? എല്ലാ ജീവനും ഒരു വിധിയിലാവുന്നത്. ഈ കർമ്മം ആയുസിനൊരു വിധിയുണ്ട്, വിധി പോലെ ആ ദിവസം സംഭവിക്കുള്ളൂ. എൻ്റെ അമ്മയാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും മകനാന്ന് പറഞ്ഞാലും ഭാര്യയാന്ന് പറഞ്ഞാലും ഭർത്താവാന്ന് പറഞ്ഞാലും ഓരോരുത്തരും ഓരോ വിധിയിൽ വന്നേക്കുക. ഒരുമിച്ചൊരു കർമ്മം സംഗമിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം ഒരു വിധി ഉണ്ടാക്കി ജീവിക്കാന്ന് വെച്ചാൽ അത് എത്ര നല്ല സമാധാനം കിട്ടുന്ന ധ്യാനമെന്ന് പറഞ്ഞാലും ഈശ്വരൻ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിധിയുണ്ട്. വിധി ആർക്കും മറികടക്കാൻ പറ്റില്ല. അതിനാണ് മോക്ഷം പോണം എന്ന് പറയുന്നത്. ജന്മചക്രത്തിനെ ഇവിടെ തിരുത്തി നിങ്ങൾ ഒരു നെഗോസിയേഷൻ ഇല്ല പരമാത്മാവുമായിട്ട്. ഇതൊന്ന് ശരിയാക്കി തരൂ, ഇങ്ങനെയാണെ കുറച്ച് നമുക്ക് പറയാം. രാഷ്ട്രീയക്കാരുടെ നിങ്ങൾ തിരുത്താൻ പറയുന്ന പോലെ അത് സംഭവിച്ചു പോയി, സംഭവിച്ചതിനെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അപ്പൊ ഇതിനകപ്പെട്ടതിൽ നിന്ന് വിമോചനപ്പെടുക. ഞാൻ മുമ്പേ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞ് അങ്ങ് ഓർക്കുന്നു, എലിയുടെ അവസ്ഥ. ധ്യാനമൊക്കെ ചെയ്ത് എത്തുന്ന സമയത്ത് ഈ കൂട്ടിൽ നിന്ന് എലി ഒന്ന് സ്വതന്ത്രനാവും. വീണ്ടും ഈ ശരീരവും ബുദ്ധിയുടെ വികാരം കൂടി ബന്ധിപ്പിച്ചുവിടെ നിർത്തും. അപ്പം നമ്മളെ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും കർമ്മത്തിലാണ് ഈ നിമിഷം പോകുന്നത്. ഇതിനെ തിരിച്ചറിയുക. അപ്പൊ ഞാൻ ഇന്ന ധ്യാനം ചെയ്ത സ്വസ്ഥത കിട്ടും, ഇന്നത് ചെയ്ത സ്വസ്ഥത, അത് പറയാൻ പറ്റില്ല. അതെന്നാൽ സമൂഹം അതിനെ ഉൾക്കൊള്ളുകയില്ല. എന്നാൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും. ഗുരുജി, നമുക്കിപ്പോൾ ഈ ധ്യാനം സ്പിരിച്വൽ ഇതിലേക്കാണ് പോകുന്നതെങ്കിലും ഒരു അടിസ്ഥാനപരമായ ധ്യാനം കൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ധ്യാന പ്രക്രിയ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞല്ലോ, ഒരു വികാരവും അതേപോലെ തന്നെ അവർ തിരിച്ചറിവിന്റെ പുറത്ത് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് പലപ്പോഴും, അല്ലേ? അപ്പൊ ഞാനിപ്പോ നമ്മുടെ സമൂഹത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആൾക്കാരെല്ലാം വികാരത്തിലാണ് ആദ്യം അതിനെ ഉൾക്കൊള്ളുന്നത്. എന്നാൽ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന്റെ ഒരു ബോധം എനിക്ക് മനസ്സിലാവും. എൻ്റെ ഉള്ളിൽ എന്തായാലും ആ സ്വരൂപമുണ്ട്, ഇത് അകന്നിരിപ്പില്ല. ഈശ്വരനുള്ള എല്ലാ ഗുണങ്ങളും നമുക്കും ഉണ്ട്. തിരിച്ചറിവിന്റെ പുറത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ ധ്യാനം കൊണ്ട് എന്തായാലും സാധിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ
കൊണ്ടുവന്നാൽ നമ്മുടെ ഒരു അടുത്ത 5 തലമുറ കഴിയുമ്പം ഈ സമൂഹം വളരെ മനോഹരമാവും. എല്ലാം മാറ്റമെന്നല്ല പറയുന്നത്, അടുത്ത ജനറേഷനെങ്കിലും നല്ല രീതിയിൽ പോകാൻ ഇതുണ്ടാവും. പിന്നെ എന്നെ പോലുള്ളവരുടെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഈ അതിമാർഗികളോട് ചോദിക്കുന്ന പോലെ, മനസ്സിലായോ? അദ്വൈതമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അദ്വൈതത്തിന്റെ മൊത്തം വ്യാഖ്യാനം പറയുമ്പം ശങ്കരാചാര്യർ പോലും പറഞ്ഞ എന്താ, മായയാൽ ബന്ധിക്കപ്പെട്ടു, തിരുത്താൻ ഞാൻ ആരും അല്ലേ എന്ന്. അവിടെയാണ് കുഴപ്പം പറ്റുന്നത്. അവനവൻ തന്നെ ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞില്ല, വിധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെവിയിലൂടെ ഇത് കേൾക്കാം. പക്ഷെ ഇത് ആത്മാവിന് സ്പർശനമില്ലാതെ കിട്ടില്ലല്ലോ. യോഗം ഉണ്ടാവുന്നവൻ യോഗത്തിലേക്ക് എത്തും, അല്ലാവൻ ഭോഗത്തിലേക്ക് പോകും. ഭോഗിയെ തീരും. വേട് തെറ്റിപ്പോയി. ശരി, അങ്ങനെ നമസ്കാരം.